എസ് എഫ് ഐ നേതാക്കളെക്കുറിച്ച് നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. അവർക്ക് എല്ലാ കാലത്തും സംഘർഷം വേണം. ഇപ്പോൾ സംഘർഷത്തിന് വിദ്യാർത്ഥികളെ കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എസ് എഫ് ഐയുടെ ജില്ലാ നേതാവിനെ തന്നെ മർദ്ദിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ. അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. കാരണം ഇര കിട്ടാതെ വരുമ്പോഴേ ചില ജീവികൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെയോ ഒക്കെ പിടിച്ചു തിന്നു കളയും മറ്റു ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ. കാരണം അത് വിശപ്പ് സഹിക്കാതെ പറ്റാതെ വരും. അതുപോലെ ചില കാമഭ്രാന്തന്മാരും ഒക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ഈ വംശം ഇങ്ങനെ നശിക്കണ്ടേ? പണ്ട് മഹാഭാരത കഥയിൽ യാദവ വംശം ഏരകപ്പുല്ല് പറിച്ച് തമ്മിലടിച്ച് ചത്തൊടുങ്ങുന്നില്ലേ, അതുപോലെ സംഭവിക്കും. അതിൻ്റെ സൂചനയാണ് ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു കുലത്തിലുള്ളവർ പരസ്പരം തല്ലി മരിക്കുന്ന കാഴ്ച. ഈ നമ്മൾ കുറേ അഭ്യാസമൊക്കെ കണ്ടതല്ലേ ഇവരുടെ എസ് എഫ് ഐക്കാരുടെ. അപ്പം എന്തിനും ഏതിനും ഒരു അന്ത്യം ഉണ്ട് എന്നുള്ളതാണ്. ഇത് അവരുടെ ശക്തി കേന്ദ്രമായ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഇത്തരം സംഭവം ഉണ്ടായത്. അവിടുത്തെ പ്രവർത്തകർ ജില്ലാ നേതാവിനെ തന്നെ മർദ്ദിക്കുകയാണ്. അത് ജില്ലാ നേതാവ് ചോദിക്കാൻ വന്നത്, റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചോദിക്കാൻ വന്നപ്പോഴാണ് ജില്ലാ നേതാവിനെ മർദ്ദിക്കുന്നത്. അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു, സമ്മതിക്കാം, ശക്തി കേന്ദ്രമായിരുന്നു. അവരുടെ എസ് എഫ് ഐക്കാരുടെ ബുദ്ധി കേന്ദ്രവും കൂടിയായിരുന്നു ഒരു കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ്. 80കളിൽ പ്രഗത്ഭന്മാർ പഠിച്ച എസ് എഫ് ഐക്കാരൊക്കെ പഠിച്ച ഒരു കോളേജ് കൂടിയാണ്. അതിനു മുമ്പ് അന്നത്തെ കാലത്ത് ഇതുപോലെ സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു മാന്യതയൊക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. അന്ന് ഈ തല്ലൊക്കെ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഇപ്പം അദ്ദേഹം CMBയിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ആറ്റിങ്ങൽ സുഗുണൻ, സുഗുണ അന്ന് എസ് എഫ് ഐയിലാണ്. സുഗുണ അവിടെ പഠിച്ചത്. KSUകാർ ഒന്നും പറയും നേരത്തെ, സുഗുണ മാറിക്കോണമെന്ന് അടിയുണ്ട് കേട്ടോ. നേരത്തെ സുഗുണനൊരു മുന്നറിയിപ്പ് കൊടുക്കും. കാരണം സുഗുണൻ ഒരു പാവത്താനാണ്. അങ്ങനെ ഇവർ തമ്മിൽ വലിയ സൗഹാർദ്ദമൊക്കെ ഉണ്ട്. അത് സൗഹാർദ്ദം ഒന്നും അല്ലല്ലോ, പകയല്ലേ ഇത്. ഇപ്പം നമ്മൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ കണ്ട എന്താ അല്ലേ, പ്രിൻസിപ്പളിന് ശവകുടീരം. എറണാകുളം മഹാരാജാസ് കോളേജിൽ കസേര കത്തിക്കുക. പിന്നെ സംസ്കൃത കോളേജിൽ അവിടെ എഴുതിയിരുന്നത്, ഗവർണർക്കെതിരെ എഴുതിയിരുന്ന മുദ്രാവാക്യം. പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ നടയിൽ നിന്നുകൊണ്ട് വിളിച്ച മുദ്രാവാക്യം, കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. പറയുന്നത് ആരെന്നറിയാമോ? ഉമ്മൻചാണ്ടിയുടെ മക്കളല്ല, ചെന്നിത്തലയുടെ മക്കളല്ല, പിന്നെ ആരാന്ന് നമുക്കറിയാം, പിണറായിയുടെ മക്കളും കൊച്ചുമക്കളുമാണെന്നുള്ളത്. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച്. അപ്പം അവരും പണ്ട് ആലപ്പുഴയിൽ പോപ്പുലർ ഫണ്ടുകാർ മുദ്രാവാക്യം വിളിച്ചില്ലയോ? അപ്പോൾ ഈ പോപ്പുലർ ഫണ്ടുകാരും എസ് എഫ് ഐക്കാരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവുമില്ല. ഇത് രണ്ടും ഒരേ തൂവൽ പക്ഷികളാണെന്നുള്ളതാണ്. നമ്മൾ ഇന്ന് CPMൽ കാണുന്ന ഒരു നല്ല മുഖമുണ്ടല്ലോ, സുരേഷ് കുറുപ്പ്, എസ് എഫ് ഐയിലൂടെ വന്നതാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു അറിയാമോ സുരേഷ് കുറുപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തത്? അതെ, പുതിയ കാലത്ത് സുരേഷ് കുറുപ്പിനേക്കാൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നത് ജയിക്ക്, പിന്നെ നമ്മുടെ എസ് എഫ് ഐയിലൂടെയും DYFIയിലൂടെയും ആഗോള നേതാവായ എ റഹീമിൻ്റെ കാര്യം. അതായത് ഡോക്ടർ വിജയലക്ഷ്മി, തമിഴ് വിഭാഗം മേധാവി, വിജയലക്ഷ്മിയുടെ ചെവിയിൽ ചെന്ന് വിളിച്ച അസഭ്യ വാക്കുകൾക്ക് കയ്യും കണക്കുമില്ല. അവിടെ ആ സ്ത്രീയെ പിക്കറ്റ് ചെയ്തു എല്ലാവരും കൂടെ. എന്നിട്ട് റഹീമാണ് ചെവിയിൽ തെറിയഭിഷേകം നടത്തിയത്. അവർ പിന്നീട് പറയുകയുണ്ടായി. അവരിപ്പോൾ ചില പ്രോജക്റ്റും ഒക്കെ ആയിട്ട് അമേരിക്കയിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് പോലും ചില സമയത്ത് മാധ്യമങ്ങളോട് അവർ പറയാറുണ്ട്, എനിക്കിപ്പോഴും ആ പറഞ്ഞ വാക്കുകൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണെന്ന്. ആ റഹീമാണ് പോയി ഛത്തീസ്ഗഡിൽ പോയി കന്യാസ്ത്രീകൾക്ക് വേണ്ടി വലിയ സ്ത്രീകളോട് വലിയൊരു ആദരവ് കാണിച്ച് അവിടെ രംഗത്ത് വന്നിരിക്കുന്ന, പൊട്ടിക്കരയുകയൊക്കെ ചെയ്യുന്നത്, ഏതോ ലോകത്തില്ലാത്ത ഒരു ഭാഷയിലൊക്കെ സംസാരിക്കുകയും ചെയ്തു റഹീം. പിന്നെ നോക്ക്, ചിന്തോ ജെറോമൊക്കെ എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കുള്ളത്. ജയിക്ക്, ആർഷോ, ഈ ആർഷോ എന്ന് പറയുന്നത് കോളേജിൽ പോകാതെ ആജീവനാന്തം കോളേജിൽ എന്നാൽ നിൽക്കുകയും ചെയ്യുന്നു, ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു അല്ലേ. ഇനിയിപ്പോൾ നോക്കിക്കോ, നമുക്ക് കേൾക്കാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു
അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന CPM-ന് 26-ൽ നഷ്ടപ്പെടാൻ പോകുന്ന കുറേ സീറ്റുകളുണ്ട് ഉറപ്പായും. അതായത് ഇപ്പം റഹീമിങ് വരും, 26-ൽ രാജ്യസഭാ സീറ്റ് കാലാവധി കഴിയുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഏതെങ്കിലും മണ്ഡലം നോക്കി നടക്കുകയാണ്, അത് ഉറപ്പായിട്ട് തോൽക്കും. പിന്നെ ജയിക്ക് ഇനിയും ചാവേറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തോൽക്കാനായി ജനിച്ചവനാണ്, ജയിക്കാനായി ജയിച്ചവൻ എന്നൊക്കെ നമ്മൾ പാട്ടും സിനിമയൊക്കെ ഉണ്ട്. ഇത് തോൽക്കാനായി ജനിച്ചവൻ, അച്ഛനോടും മകനോടും തോറ്റു എന്നുള്ളത് അങ്ങനെ ഒരു ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മൻചാണ്ടിയോടും മകനോടും തോറ്റു. പിന്നെയുള്ള ചാവേർ എന്ന് പറയുന്നത് ചാവേറാകാൻ പോവുകയാണ് ചിന്താ ജെറോ. അതും എവിടെ മത്സരിക്കാൻ പോകുന്നു? കൊല്ലത്ത് ഇപ്പോൾ MLA ആര്? മുകേഷ്. പറ്റിയ ഒരു സാധനത്തിനെ എടുത്ത് മാറ്റിയിട്ട് അതിലും വലിയൊരു സാധനത്തെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുന്നു. ഇപ്പൊ ഇനി മിക്കവാറും എനിക്ക് തോന്നുന്നു 26-ൽ കൊല്ലത്തെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ പോകില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എന്തായാലും വിജയം ഉറപ്പാണ് കേട്ടോ കൊല്ലത്ത്. അതുകൊണ്ട് പിന്നെ കൊല്ലത്ത് ആര് മത്സരിക്കണമെന്നുള്ളതിന് കോൺഗ്രസിനകത്ത് ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു. കുണ്ടറയിൽ നിന്ന് PC വിഷ്ണുനാഥിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം കൊല്ലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുണ്ടറയിൽ മറ്റാരെങ്കിലും നിർത്തുക. കൊല്ലം അല്ലെങ്കിൽ കുണ്ടറയിലാണ് ചിന്തോചാരം നോട്ടം ഇട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. കുണ്ടറ സ്വദേശിനിയാണ്. പക്ഷെ രണ്ടായാലും ഉറപ്പാ. രണ്ടെന്നല്ല, കേരളത്തിലെ ഇനിയും CPM-ന്റെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തി ജയിപ്പിക്കാവുന്ന മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയാലും ചിന്തോചാരം ഉറപ്പായി തോക്കും. പിന്നെ വേറൊരാളുണ്ട്, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറിയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ. പാവം പിടിച്ചവരുടെയൊക്കെ ജോലി കളയുന്ന പിന്നെ മേയർ, ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ എംപാനൽ അല്ലേ ജോലി കളഞ്ഞു. ഈ ആര്യ രാജേന്ദ്രൻ്റെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് ആര്യയുടെ ഭർത്താവിൻ്റെ മണ്ഡലത്തിൽ സച്ചിൻ ദേവിന് വോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കുറേ ദമ്പതിമാരുണ്ട്. അല്ലെ, ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, SFI പുതിയ SFI എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘമായി മാറിയിട്ടുണ്ടല്ലോ. ആണല്ലോ. ഇവരല്ലേ പല കോളേജുകളിലും പിന്നെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ അടക്കി തെമ്മാടിത്തരം കാണിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയാണോ ഒരു പിന്നെ വിദ്യാർത്ഥി സംഘടന? ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? ഈ CPM നേതൃത്വമല്ലേ കൊടുക്കേണ്ടത്? അവരുടെ വിദ്യാർത്ഥി സംഘടനയല്ലേ, യുവജന സംഘടനയല്ലേ DYFI എന്നൊക്കെ പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു CIT-കാരൊക്കെ എത്രയോ മര്യാദക്കാരായിട്ട് പെരുമാറുന്നുണ്ട്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? SFI ഇവിടെ വലിയൊരു ഭീകരത കിരാതവാഴ്ച നടത്തുന്നത് കൊണ്ട് ഇവിടെ ഇത്തവണ പല കോളേജുകളിലും, പ്രധാനപ്പെട്ട കോളേജുകളിൽ, യൂണിവേഴ്സിറ്റി കോളേജ്, കേരള സർവകലാശാല നേരിട്ട് നടത്തുന്ന കാര്യവട്ടം ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ പാലക്കാട് വിക്ടോറിയ കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ ഈ പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികളും മക്കൾ നല്ല നിലയിലായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളും കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് എടുത്തിട്ടില്ല? കാരണം അവിടെ പോയി ഇവരുടെ പോഴത്തരം മുഴുവൻ കണ്ടും കേട്ടും വളരേണ്ടവരാണോ ഈ കുട്ടികൾ എന്നുള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും വലിയ മാർക്ക് വാങ്ങിച്ചാലും ശരി, ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വിദേശങ്ങളിൽ കടം വാങ്ങിച്ചാണെങ്കിലും വിദേശത്ത് പോയി പഠിക്കട്ടെ എന്നാണ് അവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കാരണം SFIയുടെ അരാജകത്വം തുടരും. ഇനി 3ാം വട്ടവും LDF അധികാരത്തിൽ വന്നാൽ ഇവർക്കൊന്നും കൂടെ വീറും വാശിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇവരുടെ അന്ത്യം കണ്ടു തുടങ്ങി. അതാണ് മറ്റൊരു കാര്യമുണ്ട്, നേതാക്കളെയാണ് പ്രവർത്തകർ മർദ്ദിച്ചത്. അപ്പോൾ യുവ നേതാക്കളെല്ലാം ഒരു ജാഗ്രത പാലിക്കണമല്ലേ? അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.